ഹലോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിരുന്ന് പോവുകയാണ്. കല്യാണം കഴിഞ്ഞ 4 മാസമായെങ്കിലും നമ്മുടെ വിരുന്ന് പോക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ജോലിയും തിരക്കൊക്കെ കാരണം സൺഡേസ് മാത്രമേ ഒഴിവുള്ളൂ. അങ്ങനെ ഒന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ്, ദിവ്യയുടെ വില്ലേഷൻ്റെ മോളുടെ വീട്ടിലേക്ക്. ഇത് കണ്ടതാണ് അപ്പോൾ ആളുടെ മോള് പാപ്പു എന്നാണ് ആൾ വിളിക്കണത്. ആളൊരു വായാടി കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പാപ്പു ഞങ്ങൾ അവളുടെ റൂം കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അവളുടെയും അമ്മയുടെയും കലാവിരുദ്ധകളാണ് കാണുന്നതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയും ചേട്ടനും ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ബീച്ചും കായലൊക്കെ പോലത്തെ ഒരു പ്രദേശമുണ്ട്. ഭാരതപ്പുഴയുടെ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അവിടേക്കാണ്. അവിടെ നിന്ന് കുറച്ച് നേരം അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് അധികം നേരം അവിടെ നിന്നില്ല, കാരണം ഉച്ച നേരം ആയതുകൊണ്ട് നല്ല വെയിലുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വേഗം അവിടെ നിന്ന് പോകുന്നു ഞങ്ങൾ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അടുത്തുള്ളൊരു കുഞ്ഞിയ പാർക്കിലേക്കാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം കുട്ടികളോടൊപ്പം എൻജോയ് ചെയ്തു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് ചേട്ടന്മാർ കക്ക വരുന്നത് കണ്ടിട്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ദിവ്യ എന്തൊക്കെയോ പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കും കിട്ടിയൊരു കക്ക. അങ്ങനെ കക്ക പറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തി നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതേ പാപ്പുഞ്ഞും പൊന്നുഞ്ഞും വക ബായൊക്കെ തന്നാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ നമ്മുടെ ഒപ്പം ചേച്ചിയും ഫാമിലിയും കൂടെ ഉണ്ട് തൃശ്ശൂർക്ക്. അപ്പോൾ അവരോടൊക്കെ ബായ് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ ബോട്ടിങ്ങും ഫുഡ് സ്പോട്ടും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെ അവിടേക്ക് പോവുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് പോയ സ്പോട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാട്ടോ ഈ ഭാഗം. അപ്പോൾ ഇതിന് തിരൂർ പുഴ എന്നൊക്കെയാണ് പറയുന്നത്. ദിവ്യയുടെ കുറച്ച് ആറ്റിറ്റ്യൂഡുകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ്. ഒരു ഹാഫ് ബോട്ട് റൈഡ് ആയിരിക്കും ഇത്. പിന്നെ ഫോട്ടോ സ്പോട്ടൊന്നും കണ്ടാൽ നമ്മളങ്ങനെ വീട്ടില്ലല്ലോ. അപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ബോട്ട് റൈഡ് ആയിരുന്നു. അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് അവസാനം ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി കയറി. അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായില്ല കേട്ടോ ഉന്നക്കായ. പിന്നെ കുട്ടികൾക്ക് നമ്മൾ പോപ്കോണും ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ അവസാനിക്കാറായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും തിരിച്ച് തൃശ്ശൂർക്ക് പോരുകയാണ്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്